2 വയസ്സുള്ളപ്പോൾ ആണെന്ന് തോന്നുന്നു. അമ്മയുടെ തോളിലിരുന്ന് കാഴ്ചകൾ ആസ്വദിച്ച് രവിക്കുട്ടൻ എങ്ങോട്ടോ പോവുകയായിരുന്നു. ചെട്ടിക്കുളങ്ങര അമ്പലം എത്തിയതും ആകാശം ഇടിഞ്ഞു വീണ പോലൊരൊച്ച. ഠമാർ! രവിക്കുട്ടൻ ഞെട്ടിത്തെറിച്ചുപോയി. കാതിൽ കൂ എന്നൊരു ശബ്ദം മാത്രം. പേടിച്ച് നിക്കറിൽ കൂടി മൂത്രം ഒഴിച്ചോ എന്ന് പോലും സംശയമുണ്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, വാ തുറന്ന് ഒരൊറ്റ അലറിക്കരച്ചിൽ വെച്ചു കൊടുത്തു. അത് കേട്ട് അമ്മയുടെ ചെവി അടിച്ചുപോയി കാണും. അമ്മ പറഞ്ഞു, പേടിക്കണ്ട മോനെ, അത് അമ്പലത്തിലെ വെടിവഴിപാടാണ്. ഒടുക്കത്തെ ഒരു വെടിവഴിപാട്. രവിക്കുട്ടൻ പോകുന്ന പോക്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ പുകയുടെ ഇടയിൽ ഇതിനെല്ലാം കാരണക്കാരനായ ഒരു തടിയൻ അങ്ങനെ നിൽക്കുന്നു. ഒരു കൈയിൽ വെടിതീർന്ന ഒരു കുറ്റിയും മറുകൈയിൽ അറ്റം പുകയുന്ന ഒരു കയർ തുണ്ടും. സ്ലോ മോഷനിൽ ആ വില്ലനും രവിക്കുട്ടനും കണ്ണിൽ നോക്കി കടന്നുപോയി. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ. അന്നു മുതൽ എന്നും രവിക്കുട്ടന്റെ പേടി സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു വെടി. കൃഷ്ണൻ എന്ന കാളകൃഷ്ണൻ ഇങ്ങനെ ഒരു ജന്മം മുഴുവൻ അവിടെ ഒരു മൂലയിലിരുന്ന് കുറ്റിയിൽ പൊടി നിറച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും വഴിപാടിനായി പൈസ കൊടുത്ത ഉടനെ വെടിമരുന്നും ചെങ്കൽപ്പൊടിയും ചേർത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു കുറ്റിയും എടുത്തുകൊണ്ട് കൃഷ്ണൻ അല്പം മാറി നിൽക്കും. പിന്നെ ആരെങ്കിലും അടുത്തുണ്ടോ എന്ന് പോലും നോക്കാതെ എപ്പോഴും അവിടെ കത്തിക്കിടക്കുന്ന ഒരു കയർ തുണ്ടെടുത്ത് ആ കുറ്റിയുടെ അറ്റം കത്തിക്കും. കൃഷ്ണന്റെ കയ്യിലിരുന്ന് തന്നെ അത് ഠമാർ എന്ന് പൊട്ടും. ആ സമയം റോഡിൽ കൂടി പോകുന്നവരും അമ്പലത്തിൽ നിന്ന് തൊഴുന്നവരും ഈ വഴിപാട് കൊടുത്തവരും എല്ലാം ഞെട്ടി രണ്ടടി പൊങ്ങിയ ശേഷം പൂർവ്വസ്ഥിതിയിലാകും. രവിക്കുട്ടൻ അല്പം ദൂരെ നിന്ന് ഉറപ്പുവരുത്തും കൃഷ്ണൻ അവിടെ ഇരിക്കുകയാണോ അതോ വെടിപൊട്ടിക്കാൻ പോവുകയാണോ എന്നൊക്കെ. എന്നിട്ടേ ആ റോഡിൽ കൂടി പോകും. എപ്പോഴെങ്കിലും വെടിവഴിപാടിന് അമ്മുമ്മ പൈസ കൊടുത്താൽ അത് കൃഷ്ണന് കൊടുത്ത ശേഷം രവിക്കുട്ടൻ ഒറ്റ ഓട്ടമാണ്. വീട്ടിലെത്തിയേ നിൽക്കൂ. അപ്പോഴേക്കും അങ്ങ് ദൂരെ കേൾക്കാൻ ഠമാർ. ആ ഇടയ്ക്ക് അമ്പലത്തിൽ ഉണ്ടായിരുന്ന കേശവൻ പോറ്റിക്കും വെടി ഭയങ്കര പേടിയായിരുന്നു. ഓരോ വെടിക്കും ഞെട്ടി ഞെട്ടിയാണ് അദ്ദേഹം ദീപാരാധന കഴിച്ചുകൊണ്ടിരുന്നത്. ആ ഇടയ്ക്ക് ഒരിക്കൽ വീട്ടിൽ അച്ഛന്റെ ഒരു സുഹൃത്തും കുടുംബവും വിരുന്നിന് വന്നു. നല്ല സുന്ദരിയായ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. അത് കണ്ടപാടെ രവിക്കുട്ടൻ ഒരു ചീപ്പും പൗഡർ ടിന്നും എടുത്തുകൊണ്ട് വസന്ത ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു മേക്കപ്പ് ചെയ്യാൻ. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാവും രവിക്കുട്ടന്റെ എണ്ണമയമുള്ള മുള്ളൻ മുടിയും ചീകി വെള്ളപ്പൂശിയ പോലെ പൗഡറും ഇട്ടത്. എല്ലാരും ഇരുന്ന് സംസാരിക്കുന്ന മുറിയിൽ ആകെയുള്ള 28 പല്ലും കാണിച്ചുകൊണ്ട് രവിക്കുട്ടൻ ഹാജരായി. ആ കുട്ടി രവിക്കുട്ടന്റെ അതേ പ്രായമാണത്രേ. പക്ഷെ ഒരടി പൊക്കം കൂടുതൽ വരും. നല്ല വെളുത്ത സുന്ദരി, കിന്നര് വെച്ച ഫ്രോക്കും. രവി, കണ്ടുപിടിക്ക്, രാധിക ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക്. ഓഹോ, വന്നു കയറുന്നതിന് മുമ്പേ റാങ്കും മാർക്കും എല്ലാം പറഞ്ഞിരിക്കുന്നു. ഇവർക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ, കഷ്ടം. രവിക്കുട്ടൻ അവിടെയുള്ള ഒരു സോഫയിൽ ഇളകിയിരുന്ന നൂല് വലിച്ച് പുറത്തെടുത്തുകൊണ്ടിരുന്നു. ക്ലിങ്ങെന്ന് അച്ഛന്റെ വക തലയിലൊരു കൊട്ട്. ആ സോഫയിൽ നിന്ന് കൈയെടുക്ക്. ഹോ, ആ പെണ്ണിന്റെ മുമ്പിൽ വെച്ച് നാണം കെടുത്തും. രവിക്കുട്ടന്റെ പഠിത്തം എങ്ങനെയുണ്ട്? ആ പെണ്ണിന്റെ അച്ഛൻ അതറിയണം. പഠിത്തം അതൊഴിച്ച് എന്തിനും അവൻ റെഡിയാണ്, അച്ഛൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും ആർത്തു ചിരിച്ചു. ഭയങ്കര തമാശ തന്നെ. നീ രാധികയെ വിളിച്ചുപോയി എന്തെങ്കിലും കളിക്ക്, അങ്ങനെ സഹവാസം കൊണ്ടെങ്കിലും നല്ല ബുദ്ധി വരട്ടെ. അച്ഛന്റെ ഈ തമാശ കേട്ട് വീണ്ടും എല്ലാവരും കൂടി ചിരിച്ചു. ബാ, അത്രയ്ക്കായോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രവിക്കുട്ടൻ നേരെ പോയത് നമ്മുടെ കടിയൻ പട്ടിയുടെ അടുത്താണ്. ആ പെണ്ണിന് പട്ടിയെ നല്ല പേടിയാണ്. ഹോ, നന്നായി. രവിക്കുട്ടൻ പട്ടിയുടെ അടുത്ത് പോയി അതിന്റെ ചെവിയിൽ പിടിച്ചു വലിച്ചു. താടിക്ക് കുത്തി, വയറിൽ ചവിട്ടി, വാലിൽ പിടിച്ചു വളച്ചു. കാരണം ഭാഗ്യത്തിന് ഉച്ചയൂണും കഴിഞ്ഞ് കടിയൻ നല്ല ഉറക്കം. അല്ലെങ്കിൽ ഇപ്പൊ കാണാമായിരുന്നു രവിക്കുട്ടന്റെ ചന്തിക്കിട്ട് കടിക്കുന്നത്. ഉറങ്ങുന്ന കടിയന്റെ പുറത്ത് ശൗര്യം കാണിച്ചിട്ടും ആ പെണ്ണ് പറഞ്ഞു, ഹോ, ഇയാൾക്ക് എന്ത് ധൈര്യം. രവിക്കുട്ടൻ ഉടനെ ഊർജസ്വലനായി. ഇതൊക്കെ എന്ത്? രവിക്കുട്ടൻ കുട്ടിയെയും കൊണ്ട് അടുക്കളയുടെ പുറകുവശത്തേക്ക് പോയി. അവിടെ കിടപ്പുണ്ട് ഹീമാൻ എന്ന തടിയൻ പൂച്ച. ആ കുട്ടിക്ക് പൂച്ചയെയും പേടിയാണത്രേ. പുലിയെ കണ്ട പോലെ നിൽക്കുന്നു. അതും നന്നായി.
രവിക്കുട്ടൻ മര്യാദയ്ക്ക് കിടന്നുറങ്ങിയിരുന്ന ഹീമാനെ നിസ്സാരമായി വാലിൽ തൂക്കിയെടുത്തു. മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചു. രണ്ടു കൈയിലും പിടിച്ച് വട്ടത്തിൽ കറക്കി. താഴെ നിർത്തിയ പാടെ ഒന്നും മനസ്സിലാകാത്ത ഹീമാൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഇനി കുറെ കാലത്തേക്ക് ഈ വഴി വരുമെന്ന് തോന്നുന്നില്ല. ഇനി ആരുടെ അടുത്ത് അഭ്യാസം കാണിക്കും എന്നോർത്ത് നിന്നപ്പോ ഒരു ഓന്ത് തെങ്ങിലിരിക്കുന്നു. ഒരു കല്ലെടുത്ത് രവിക്കുട്ടൻ ഉന്നം പിടിച്ചു. അപ്പോൾ രാധിക പറഞ്ഞു, വേണ്ട, എറിയണ്ട, പാവം. ശരി, രാധിക പറഞ്ഞതുകൊണ്ട് ഞാൻ എറിയുന്നില്ല. അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന ഓന്തിനെയൊക്കെ ഞാൻ എറിഞ്ഞ് താഴെയിടും, രവിക്കുട്ടൻ പറഞ്ഞു. ഒരു ചിരി കേട്ട് നോക്കിയപ്പോൾ വസന്ത ചേച്ചി നിന്ന് ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഓന്തിനെ കണ്ട് രവിക്കുട്ടൻ ഓടിയതോർത്ത് ചിരിച്ചതാവും. രവിക്കുട്ടൻ വസന്ത ചേച്ചിയെ കണ്ണു കാണിച്ചു, ഒന്നും പറയല്ലേ എന്ന്. പക്ഷെ ആ പെണ്ണ് രവിക്കുട്ടന്റെ ആരാധികയായി മാറി എന്ന് അപ്പോൾ തന്നെ മനസ്സിലായി. കാരണം അവൾ വസന്ത ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, എന്ത് ധൈര്യം ഈ കുട്ടിക്ക്! പട്ടിയെയും പൂച്ചയെയും ഓന്തിനെയും ഒന്നും ഒരു പേടിയുമില്ല. രവിക്കുട്ടൻ അത് കേൾക്കാത്ത പോലെ അടുത്തു നിന്ന തെങ്ങിൽ ഓടിക്കയറാൻ ശ്രമിച്ചുകൊണ്ട് നിന്നു. പക്ഷെ അപ്പോഴേക്കും നിക്കറിന്റെ ബട്ടൺസ് പൊട്ടിപ്പോയ കാരണം ആ ശ്രമം നിർത്തി. പതുക്കെ നിക്കർ താഴെ വിടാതെ പിടിച്ചുകൊണ്ട് രവിക്കുട്ടൻ അകത്തു പോയി. അല്പനേരം കഴിഞ്ഞ് പുതിയ നിക്കറും ഇട്ട് പുറത്തു വന്നു. അപ്പോഴേക്കും വൈകുന്നേരമായി. അമ്മുമ്മ പറഞ്ഞു, ഡാ മക്കളെ, നീ രാധികയും കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വാ. രവിക്കുട്ടന് സന്തോഷമായി. കയ്യും കാലും മുഖവും കഴുകി രവിക്കുട്ടനും രാധികയും അമ്പലത്തിലേക്ക് പോയി. പോക്കുവയിൽ മുഖത്തടിച്ചപ്പോൾ രാധിക അതിസുന്ദരിയായി രവിക്കുട്ടന് തോന്നി. രാധികയും അല്പം ആരാധനയോടെ രവിക്കുട്ടനെ നോക്കി. ഒരു വീരാരാധന. രാധികയുടെ കൈ പതുക്കെ കോർത്തു പിടിക്കണോ എന്ന് രവിക്കുട്ടൻ ആലോചിച്ചു. വേണ്ട, ആരെങ്കിലും കണ്ടാലോ, അത് വേണ്ട. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിയാതെ ചേർന്നും പിന്നെ അകന്നും അവർ അമ്പലത്തിലേക്ക് പോയി. എന്ത് രസം! പെട്ടെന്നാണ് രസം തകർത്തുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീണത്. ഠമാൻ! രവിക്കുട്ടൻ ഒരൊറ്റ ചാട്ടം. ഒരു നിമിഷം കഴിഞ്ഞാണ് ഓർമ്മ തിരിച്ചു വന്നത്. അപ്പോഴല്ലേ മനസ്സിലായത് രവിക്കുട്ടൻ വെടി പേടിച്ച് ചാടിക്കയറിയിരിക്കുന്നത് രാധികയുടെ ഒക്കത്താണ്. രാധിക ദേഷ്യത്തോടെ രവിക്കുട്ടനെ അമ്മ കുഞ്ഞിനെ എന്ന പോലെ എടുത്തുകൊണ്ട് നിൽക്കുന്നു. ഈ ചെറുക്കന്റെ പേടി ഇതുവരെ മാറിയില്ലേ, പേടിത്തൊണ്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് കാരണക്കാരൻ വില്ലൻ കൃഷ്ണൻ ഒരു ചിരി. നാണക്കേടായി. രവി പതുക്കെ ഊർന്നിറങ്ങി. എന്നിട്ട് പതിവ് പോലെ കാൽവിരൽ കൊണ്ട് ചിത്രം വര തുടങ്ങി. രാധിക പുച്ഛത്തോടെ ഒരു നിമിഷം രവിക്കുട്ടനെ ഒന്ന് നോക്കി. എന്നിട്ട് വെട്ടിത്തിരിഞ്ഞൊരു പോക്ക്. അല്പനേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് ചമ്മൽ മാറ്റിയ ശേഷം രവിക്കുട്ടനും പതുക്കെ വീട്ടിൽ പോയി. അവിടെ എല്ലാവരും ഇറങ്ങാൻ നിൽക്കുന്നു. യാത്ര പറഞ്ഞു കയറാൻ നേരം ആ ആന്റി പറഞ്ഞു, രവിക്കുട്ടൻ ഭയങ്കര ധൈര്യശാലിയാണെന്ന് രാധിക പറഞ്ഞു. മിടുക്കൻ, ആൺപിള്ളേരായാൽ ഇങ്ങനെ വേണം. നോക്കിയപ്പോ ചിരി അടക്കി നിൽക്കുന്നു രാധിക. രവിക്കുട്ടൻ പതുക്കെ അമ്മുമ്മയുടെ പുറകിലേക്ക് പോയി ഒളിച്ചു നിന്നു. അവർ പോയ ശേഷം ഇരുട്ടായപ്പോൾ രവിക്കുട്ടൻ പതുക്കെ പുറത്തിറങ്ങി ഒരു വലിയ കല്ലെടുത്ത് കൃഷ്ണൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റ ഏറ് വെച്ചു കൊടുത്തു. പടുക്കോ എന്നൊരു ശബ്ദം കേട്ടു. ആരടാ അത് എന്ന കൃഷ്ണന്റെ അലർച്ചയും. ഞാനാടാ പട്ടി എന്ന് ഉള്ളിൽ പറഞ്ഞുകൊണ്ട് രവിക്കുട്ടൻ ഓടി വീട്ടിൽ കയറി. എന്നാലും ആ ആന്റി തന്നെ കളിയാക്കിയതാണോ അതോ ശരിക്കും പറഞ്ഞതാണോ? അതായിരുന്നു രവിക്കുട്ടന്റെ അന്നത്തെ ചിന്താവിഷയം.